ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യെഹെസ്കേൽ പ്രവചനം 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. യഹൂദരുടെ അത്യുന്നതമായ സന്നദ്രീം സംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന മഹാപുരോഹിതനായിരുന്നു ഹന്നാവ്. എബ്രായ ഭാഷയിലെ ഹാനാൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അന്നാസ് അഥവാ ഹന്നാവ് എന്ന പേരുണ്ടായത്. പ്രീതി കാട്ടുന്നവൻ എന്നാണ് ഹന്നാവ് എന്ന പേരിന്റെ അർത്ഥം. പ്രബലമായ ഒരു പുരോഹിത കുടുംബത്തിന്റെ തലവനുമായിരുന്നു ഹന്നാവ്. സിറിയയിലെ ഒരു റോമൻ ഭരണാധികാരി അഥവാ കുറേന്യോസ് ഹന്നാവിനെ മഹാപുരോഹിതനായി നിയമിക്കുന്നു. ഹന്നാവിന്റെ മരുമകനായിരുന്നു മഹാപുരോഹിതനായിരുന്ന കയ്യാഫാവ്. മാത്രമല്ല, ഹന്നാവിന്റെ 5 പുത്രന്മാരും മഹാപുരോഹിത സ്ഥാനം വഹിച്ചവരും ആയിരുന്നു. ഹന്നാവിന്റെ മഹാപുരോഹിതനായിരുന്ന ഒരു മകനാണ് യേശുവിന്റെ സഹോദരനായിരുന്ന യാക്കോബിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഹന്നാവിനെ കുറിച്ച് 3 പരാമർശങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇദ്ദേഹം മഹാപുരോഹിതനായിരിക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകന് ദൈവവിളി ഉണ്ടാകുന്നത്. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2, യേശുവിന്റെ പ്രവർത്തനത്തിന് വളരെ മുൻപ് തന്നെ ഹന്നാവിന്റെ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും യേശുവിനെ ബന്ധനസ്ഥനാക്കിയ ശേഷം ആദ്യം കൊണ്ടുപോയത് ഹന്നാവിന്റെ അടുത്തേക്കായിരുന്നു. അതിനുശേഷമാണ് മരുമകനായ കയ്യഫ മഹാപുരോഹിതന്റെ കൊട്ടാരത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നും ഔദ്യോഗിക നേതൃത്വം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഹന്നാവിന്റെ സ്വാധീനത്തിന് വലിയ കോട്ടം തട്ടിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സംഭവം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 3-മതായിട്ട്, പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിച്ച യഹൂദരുടെ ഉന്നത സമിതിയിൽ ഹന്നാവ് പങ്കെടുത്തിരുന്നതായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മുൻ മഹാപുരോഹിതൻ എന്ന നിലയ്ക്ക് അത്തരത്തിൽ ഹന്നാവിനെ നേതാക്കന്മാർ അവഗണിച്ചിരുന്നില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. റോമൻ ദേശാധിപതി സ്ഥാനമേറ്റ ശേഷം തൻ്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് ആദ്യമെടുത്ത നടപടി ആയിരുന്നു ഹന്നാവിനെ മഹാപുരോഹിത സ്ഥാനത്ത് നിന്നും നീക്കുക എന്നത്. തുടർന്ന് റോമിനോട് കൂടുതൽ കൂറു പുലർത്തിയിരുന്ന കയ്യാഫായെ, അതായത് ഹന്നാവിൻ്റെ മരുമകനെ മഹാപുരോഹിതനാക്കുകയായിരുന്നു റോമ ഗവൺമെൻറ് ചെയ്തത്. ഹന്നാവ് മഹാപുരോഹിതന്റെ ജീവിതത്തിലെ ചില തെറ്റായ ജീവിത രീതികൾ അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1-മതായിട്ട്, തെറ്റായ നടപടികളിൽ കൂടി കുറ്റം ചെയ്തിട്ടില്ലാത്തവനെ കുറ്റക്കാരനാക്കുവാൻ ഹന്നാവ് ശ്രമിക്കുന്നു. 2-മതായിട്ട്, യേശുവിൻ്റെ മേലുള്ള ഹന്നാവിൻ്റെ വിചാരണ നിയമരഹിതമായിരുന്നു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ മേൽ അന്യായമായ കുറ്റാരോപണം നടത്തി യേശുവിനെ വിധിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. കുറ്റം ചെയ്തിട്ടില്ലാത്തവനെ കുറ്റക്കാരനാക്കി വിചാരണ നടത്തുവാൻ ഉത്സാഹിക്കുന്ന ഒരു സമൂഹം. ഇത് ഒരുവന്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ ക്രിസ്തുവിൻ്റെ ഭാവമായ സ്നേഹവും കരുണയുമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.